السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിനഫ്സിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 173-174 വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന പോരാളികൾ, അത് രണാങ്കണത്തിൽ മാത്രമല്ല തൻ്റെ നഫ്സിനോട് പോരാടുന്ന പോരാളികളും ഈ ലോകത്ത് ഉണ്ട്. അവർക്ക് സമുന്നതമായ സ്ഥാനമാനങ്ങൾ ഐഹിക പാരത്രിക ലോകത്ത് ആർജിക്കുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു വെക്കുന്നു. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഇൻഡീഡ് ഗ്രേറ്റ് ഷാൽ ബി ദ റിവാർഡ്. തീർച്ചയായിട്ടും വളരെ മഹത്വപൂർണമായ പ്രതിഫലമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഫോർ ഫൈറ്റിംഗ് ഇൻ ദ കാസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ പോരാട്ടം നടത്തുന്നവർക്ക്. ആൻഡ് റിസീവിങ് ഓൾ കൈൻഡ്സ് ഓഫ് ബ്ലോസ്, അതിൻ്റെ പേരിൽ അവർ എല്ലാവിധമായ അടികളും ഏറ്റുവാങ്ങുകയാണ്. പ്രതിലോമ ശക്തികളിൽ നിന്നുള്ള അടികൾ, അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ഭൂമുഖത്ത് അള്ളാഹുവിന് വേണ്ടി അവർ നിലകൊള്ളുന്നവരാണ്. Be it the sincere believers at the time of Uhud, അത് ഉഹദ് യുദ്ധവേളയിലായാലും ശരി, ആ സന്ദർഭത്തിൽ who answered the call of the prophet, ആ സമയത്ത് ഉഹദ് യുദ്ധവേളയിൽ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ പ്രവാചകൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവർ. by not succumbing to the enemy, അവർ ശത്രുവിന് ഇരയായി തീർന്നില്ല. അവരുടെ ശത്രുവിൻ്റെ അധീനതയിൽ കീഴടങ്ങി കൊടുക്കുവാൻ അവർ തയ്യാറായില്ല. അവരുടെ ഇച്ഛകളെ അവർ ബലിയർപ്പിക്കുവാൻ തയ്യാറായില്ല. അവർ അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ നിലകൊള്ളുകയാണ് ചെയ്തത്. ഓൾ അതർ സിൻസിയർ ബിലീവേഴ്സ്, അഥവാ ഇനി അങ്ങ് ഉഹദ് യുദ്ധത്തിൽ അപ്രകാരം നിലകൊണ്ടവരെ പോലെ അതല്ല, മറ്റെല്ലാ നിഷ്കളങ്കരായ വിശ്വാസികളും ഹു ആൻസർ ദ കോൾ ഓഫ് അല്ലാഹ് ആൻഡ് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെയും വിളിക്ക് ഉത്തരം നൽകുന്ന ബാക്കി എല്ലാ നിഷ്കളങ്ക വിശ്വാസികളും. ഈച്ച് ടൈം, ഓരോ കാലഘട്ടത്തിലും അവർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദ ഇൻസ്ട്രക്ഷൻ കംസ് ടു ദം, അവർക്ക് ലഭ്യമാകുന്ന ആ നിർദ്ദേശങ്ങൾ. ആൻഡ് ഇറ്റ് ഈസ് ദേ ഹു ഷാൽ ഇന്നോവേറ്റബിളി വിക്ടോറിയസ്, തീർച്ചയായിട്ടും അനിവാര്യമായും അവർ തന്നെയാണ്. കാലചക്രം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും, ആളുകൾ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അവരങ്ങനെ വിജയശ്രീലാളിതരാകും വിത്ത് ദ ഹെൽപ്പ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായത്തിൽ. അപ്പോൾ ഇത് ധർമ്മയുദ്ധം എല്ലാ കാലത്തും മാനവകുലത്തിൽ നടന്നുകൊണ്ടിരിക്കും. ദൈവദൂതന്മാർ വന്നുകൊണ്ടിരിക്കും, അവരുടെ ശിഷ്യഗണങ്ങൾ ഉണ്ടായി വരും. അതിനെ എതിർക്കുന്ന വൻ ശക്തികൾ അപ്പുറത്ത് നിലയുറപ്പിക്കും. ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ ഒരു
വൻ ശക്തികൾക്ക് ഭൂമുഖത്ത് കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയുകയും ഇല്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരാണ് യഥാർത്ഥമായ വിശ്വാസികൾ. ഹസ്രത്ത് ഖലീഫത്തുള്ള ആ വചനത്തിൻ്റെ അവസാനത്തെ വിശദീകരണമായി ദ കീ മോറൽ ഓഫ് ദിസ് വേഴ്സ്, ഈ വചനത്തിൻ്റെ കാതലായ ധാർമ്മിക താക്കോൽ എന്ന് പറയുന്നത്, ദ കീ മോറൽ ഓഫ് ദിസ് വേഴ്സ് ഈസ് ഒബീഡിയൻസ് ടു അല്ലാഹ് ആൻഡ് ഒബീഡിയൻസ് ടു ഹിസ് പ്രോഫറ്റ്. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുക എന്നുള്ളതാണ് ഈ ധാർമ്മികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ. വെന്നെവർ ദീസ് ടു കണ്ടീഷൻസ് ആർ മെറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ ആരാണോ പൂർത്തീകരിക്കുന്നത്, നോട്ട് ഓൺലി ഷാൽ ബി ദ ട്രൂ ബിലീവർ, അവർ ഈ സത്യവിശ്വാസികൾ അവർ വിറ്റ്നസ് ബെറ്റർ ഡേയ്സ് ഇൻ ദിസ് വേൾഡ്, അവർ സാക്ഷികളായിത്തീരും, ഈ ലോകത്തിലെ നല്ല ദിനങ്ങൾക്ക് സാക്ഷികളായിത്തീരും. ഈ നിലയിൽ അവർ ഈ രണ്ട് കാര്യങ്ങൾ അവർ പൂർത്തിയാക്കുകയാണെങ്കിൽ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു, ഈ രണ്ട് കാര്യങ്ങൾ ആരാണോ, വെന്നെവർ ദീസ് ടു കണ്ടീഷൻസ് ആർ മെറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ, നോട്ട് ഓൺലി ഷാൽ ബി ദ ട്രൂ ബിലീവർ വിറ്റ്നസ് ബെറ്റർ ഡേയ്സ് ഇൻ ദിസ് വേൾഡ്, അവർ ഇഹലോകത്ത് മാത്രമല്ല വിജയത്തിന് സാക്ഷികളാകുന്നത്, ഇൻ ദ ഫോം ഓഫ് വിക്ടറി ആൻഡ് ഹിസ് സ്പിരിച്വൽ എലവേഷൻ, അതിലൂടെ അവരുടെ ആത്മീയമായ ഉയർച്ചയും അവർ ദർശിക്കും. ബട്ട് ഹി ഷാൽ ബി മെയ്ഡ് ടു റിസീവ് ഫാർ ബെറ്റർ റിവാർഡ്സ്, ഇഹലോകത്തവർ ഈ നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇനി അവർക്ക് വളരെ വലിയ ബഹുമതികൾ ലഭിക്കാനിരിക്കുകയാണ്. വെൻ ഹി ഷാൽ വൺ ഡേ ലീവ് ദിസ് ടെമ്പറൽ വേൾഡ്, ഈ താൽക്കാലിക ലോകം വിട്ട് അവർ യാത്ര പറയുമ്പോൾ അവർക്ക് അത്യുന്നതമായ മഹത്വപൂർണമായ സൗഭാഗ്യങ്ങൾ അവരെ തേടിയിരിക്കുന്നു. ഇതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ കാതലായ വശം, ധാർമ്മികതയുടെ യഥാർത്ഥ രൂപം. അവർ അതിൽ വിശ്വസിക്കുന്നു, അതിനായി അവർ നിലകൊള്ളുന്നു, മറ്റൊന്നും അവർ പരിഗണിക്കുന്നില്ല. ഈ നിലയിലുള്ള വിശ്വാസികൾക്കാണ് ഉഹദ് യുദ്ധത്തിൽ നബിയോടൊപ്പം ചുറ്റും നിന്ന് മുറിവുകൾ ഏറ്റിട്ട് അവർ കീഴടങ്ങുവാൻ തയ്യാറാകാതെ അവർ നിലയുറപ്പിച്ചത്. അവസരവാദികളും സ്വജനപക്ഷവാദികളും തൻകാര്യം സാധിക്കുന്നതിന് വേണ്ടി അടുത്തുകൂടുന്നവരും പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ട് മനുഷ്യവംശം എല്ലാവരെയും ആരെയും പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട, ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ബന്ധസന്ധങ്ങളൊന്നും നിലനിൽക്കില്ല. നിങ്ങൾ യഥാർത്ഥമായ വിശ്വാസിയാണോ, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയും സന്തോഷവും കരസ്ഥമാക്കാൻ. ഇതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഇഹലോകയാത്ര നടത്തുന്നവരെ നിങ്ങൾ സദാ ജാഗ്രതയോടുകൂടിയായിരിക്കണം വീക്ഷിക്കേണ്ടത്, നിരീക്ഷിക്കേണ്ടത്, കാത്തിരിക്കേണ്ടത്. നിങ്ങൾ അശ്രദ്ധരായി ഇരിക്കാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ മാർഗത്തിൽ പ്രവാചകൻ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുവാൻ സന്നദ്ധത കാണിക്കുക. ഇനി കുഴപ്പങ്ങളുണ്ടാക്കുന്ന പാർട്ടികളെക്കുറിച്ചും വരുന്നുണ്ട് കേട്ടോ. അല്ലദീന ഖാലൂ ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലൂ ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. പല തരത്തിലുള്ള കുതന്ത്രശാലികളെ കുറിച്ച് ഖുർആൻ എടുത്തു പറയുന്നു. അല്ലദീന ഖാല ലഹും മുന്നാസ്, അല്ലദീന ഖാല എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ലഹും അവരോട്, ആ പറഞ്ഞവർ അന്നാസ് ജനങ്ങളാണ്, ജനങ്ങൾ അവരോട് പറഞ്ഞു, ആളുകൾ അവരോട് പറഞ്ഞു. അല്ലദീന ഖാല ലഹുമുന്നാസ്, ആളുകൾ അവരോട് പറഞ്ഞു. ഇന്നന്നാസ, ആളുകൾ ഖദ് ജമഉ, അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, ലക്കും നിങ്ങളെ നേരിടുവാൻ അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയന്നുകൊള്ളുക.
അപ്പോൾ സമൂഹത്തിലെ ആളുകൾ സത്യത്തിലോ ധർമ്മത്തിലോ നീതിയിലോ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിനിടയിൽ ചില കപടന്മാർ കടന്നുകൂടിയിട്ട് മറുകക്ഷി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാ ആർഭാടങ്ങളോടും കൂടി എല്ലാ പള്ളികളും കീഴടക്കിക്കൊണ്ട് അവരുടെ കയ്യിലെല്ലാം ഉണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അപ്പുറത്താണ്. ഇപ്പം നിങ്ങളുടെ കൂടെ ആരുണ്ട്? ആരുമില്ല. അപ്പോൾ ആരുടെ കൂടെ അപ്പോഴത്തേക്കണം ഇങ്ങനെയുള്ള കിംവദന്തികളുമായിട്ട് സമൂഹത്തിൽ ആളുകൾ ഉണ്ട്. അവർ വന്നിങ്ങനെ നോക്കിക്കാണും, ദൂരെ നിന്നും നോക്കിക്കാണും. എന്നിട്ട് അവരുടെ മാളങ്ങളിലേക്ക് തന്നെ തിരികെ പോകും. അതല്ല എങ്കിൽ അവരുടെ മാളങ്ങൾ തേടി ഇവർ യാത്ര ചെയ്യും. അവിടെ വല്ല സുഖവും സൗകര്യവും കിട്ടുമോ എന്നറിയാൻ. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് അല്ലദീന കാല ലഹുമുന്നാസ്, ആളുകൾ അവരോട് പറഞ്ഞു. ഇന്നന്നാസ, ജനങ്ങൾക്കത് ജമഴു, അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലക്കും, നിങ്ങൾക്കെതിരായി, നിങ്ങളെ നേരിടാൻ അവർ സംഘടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫഹ്ഷൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടുക. എന്നാൽ ഇത് കേട്ട വാർത്തയിൽ ഫസാദഹും ഈമാന, ഈ വിശ്വാസികൾക്ക് ഈമാൻ, വിശ്വാസം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. വനിഅമൽ വക്കീൽ, ഫലമേൽപ്പിക്കപ്പെടാൻ എത്രയോ നല്ലവൻ. വനിഅമ, എത്രയോ നല്ലവനാണ് അവൻ. അൽ വക്കീൽ, ഫലമേൽപ്പിക്കപ്പെടാൻ, കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളിനാണ് വക്കീൽ എന്ന് പറയുന്നത്. ഒരാളിൻ്റെ കാര്യം ഏറ്റെടുത്ത് അയാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അപ്പം അല്ലാഹു തആല ഫലമേൽപ്പിക്കപ്പെടാൻ എത്രയോ നല്ലവനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒറ്റയ്ക്കായാലും ശരി നിലപാടുകൾ അവിടെ വെളിപ്പെടുത്തും. ജനങ്ങൾ എന്ത് പറയുന്നു, ജനപക്ഷത്ത് നിന്ന് എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നൊന്നും അവർ പരിഗണിക്കാറില്ല. അവർ പരിഗണിക്കുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനയും റസൂലുള്ളാഹിയുടെ ചര്യയും, അത് പ്രാവർത്തികമാക്കുക, അതിനു വേണ്ടി നിലകൊള്ളുക. അത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യം തന്നെയാണ്, മാനവകുലത്തിന് നന്മ വരുത്തുന്നത് തന്നെയാണ്. അവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തുന്നവനല്ല സത്യവിശ്വാസി എല്ലാവർക്കും നല്ല സഹായിയാണ്. കെട്ട സഹായിയല്ല, നല്ല സഹായിയായിരിക്കും അവൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അല്ലദീന ഖാല ലഹുമുന്നാസ്, ആളുകൾ അവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഅ, ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ലക്കും, നിങ്ങളെ നേരിടാൻ, നിങ്ങളെ തട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടും അവർ ചെയ്തിരിക്കുക. അതുകൊണ്ട് ഫഹ്ഷൗഹും, നിങ്ങൾ അവരെ ഭയക്കണം. ഫസാദഹും, ആ സന്ദർഭത്തിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കുകയും ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറയുകയും അല്ലാഹു ഫലമേൽപ്പിക്കപ്പെടാൻ എത്രയോ നല്ലവനാണ് അല്ലാഹു എന്ന് അവർ വിശ്വസിക്കുകയും അതവർ പറയുകയും അത് അവരുടെ നിലപാടുകളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൻ്റെ വിശദീകരണവും ഹസരത്ത് ഖലീഫത്തുല്ലാ നൽകുന്ന വിശദീകരണവുമായി അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.